ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കടലയെ പൊട്ട് കടല പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കടലിൽ ഗൈസ് പിസ്ത അതേമാതിരി ഉണ്ടല്ലോ. പിസ്ത പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. മറ്റേ ബാദാമിനോടും മുന്തിരിനോടൊന്നും ഭയങ്കര ഇഷ്ടമല്ല. ഇതാണെങ്കിൽ എത്ര വേണമെങ്കിലും തിന്നു. അതും ഈ ഉപ്പിട്ടിട്ട് വറുത്ത പിസ്ത ഉണ്ടാവില്ലേ, അത് ഭയങ്കര ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ, നമ്മുടെ ഇന്ന് ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് പോകാനൊരു കുറച്ച് പണിയുണ്ട്. ഷോപ്പിങ്ങിന് നല്ലട്ടോ ഗൈസ്. ഷോപ്പിംഗ് ചെയ്ത കുറച്ച് സാധനങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് റിപ്പയർ ആയി പോയിട്ടുണ്ട് ഗൈസ്. അത് രണ്ടും കുറച്ച് കോസ്റ്റ്ലിയാണ് സാധനങ്ങളാണ്. അത് ഒന്ന് ഭയങ്കര കോസ്റ്റ്ലിയാണ് അല്ലേ, പക്ഷെ അത് ഇത്ര പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് റിപ്പയർ ആയി പോകുന്ന അറിയില്ല. ഒന്ന് ഞാൻ റിപ്പയർ ചെയ്തതാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാലോ, നമ്മൾ മിക്സി വാങ്ങിയത്. മിക്സി വാങ്ങിയിട്ട് മിക്സിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ ഗൈസ്. അത് എന്തുണ്ടായിരുന്നു, നമ്മൾ ആ മറ്റേ മിക്സർ ഗ്രൈൻഡർ, അതിൻ്റെ പേര് നമ്മൾ ഓണിയനൊക്കെ കട്ട് ചെയ്തല്ലോ. അതെന്താ സംഭവിച്ചാൽ ഇന്നലെ ആ തട്ടുവട ഉണ്ടാക്കുന്നവർക്കും അതിന് കുഴപ്പമില്ല, രാത്രി ഗോതമ്പ് മാവ് വരുന്നവർക്കും ഇതിന് കുഴപ്പമില്ല. എനിക്കൊന്നും രാത്രി ഗോതമ്പ് മാവ് വരുന്നപ്പോഴേ ഇങ്ങനെ കട്ട് ചെയ്യുന്നതല്ലേ, അപ്പം അതിൻ്റെ നെറ്റ് എന്തെങ്കിലും ലൂസായിട്ടുണ്ടാവും. രാവിലെ ഞാൻ സനാക്ക് സ്കൂൾക്ക് ഓണിയൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രൈൻഡറിൽ ഇട്ട് നോക്കുമ്പോൾ എല്ലാതും പാർട്ടായിട്ട് ഊരി വന്നു. ഒന്നും പൊട്ടിയിട്ടില്ല, സ്ക്രൂ ഒക്കെ ലൂസാണ്. അപ്പം അതെന്തായാലും ഞാൻ രാവിലെ കുറേ മെനക്കെട്ടിരുന്നു. പഠിച്ച പണി 18 നോക്കി ശരിയാക്കാൻ സംഭവം ശരിയായില്ല. ഒരാൾ രാവിലെ എണീറ്റ് വന്ന് ടൈമിൽ കുറേ മല്ലിക്കെട്ടി. അത് അവിടെ കുറേ സ്ക്രൂ ഉള്ളതുകൊണ്ട് എവിടെ എന്തൊക്കെയാണെന്ന് അറിയില്ല. അപ്പം എന്തായാലും നമുക്ക് 1 വർഷത്തിൻ്റെ ഉള്ളിൽ വാറണ്ടി ഉണ്ടല്ലേ, 1 വർഷത്തിന് എന്തായാലും വേറെ. നമ്മൾ ഇനി അതിന് കുളിപ്പിച്ച് എന്തിനാ വെറുതെ കുട്ടികളെ ഉണ്ടാക്കണം പറഞ്ഞിട്ട് എന്തായാലും സർവീസ് സെൻ്റർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും അവരത് എന്തെങ്കിലുമൊക്കെ ഇതാണെങ്കിൽ അവർ തന്നെ പുതിയ സാധനങ്ങളൊക്കെ നിരക്കി തരും. അപ്പം എന്തായാലും കൊടുക്കും. ഇനി വേറൊരു മുഖ്യമാണത്, കുറച്ച് കോസ്റ്റ്ലിയാണ് സാധനമാണ്. അതെന്താണെങ്കിലും ഞാൻ അവിടെ കൊണ്ടുപോയി കാണിച്ചു തരാം. അപ്പോൾ മിക്സിനെ മാത്രമേ ഉള്ളൂ, പക്ഷെ അത് ഭയങ്കര മിക്സിയിലെ ആണെങ്കിലും അതും നമ്മൾ കഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. പക്ഷെ അതിനേക്കാളും കഷ്ടപ്പെട്ട് വാങ്ങിയിട്ടുള്ള സാധനമാണ്. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളൊരു വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, മൈക്ക് വേണം. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സോഫിത്ത നിങ്ങൾ മൈക്കിൽ സംസാരിക്കുക. നമ്മൾക്ക് ഓൾറെഡി മൈക്ക് ഉണ്ട്. നമ്മൾ മുംബൈ വീഡിയോസിലൊക്കെ മൈക്ക് കൊണ്ടാണ് സംസാരിച്ചത്. മുംബൈ പോയി വന്നതിന് ശേഷം ഞങ്ങൾ മൈക്ക് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു ദിവസം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് നോക്കുമ്പോൾ മൈക്ക് വർക്ക് ആവുന്നുണ്ട്, റിസീവറും വർക്ക് ആവുന്നുണ്ട്, അതിൻ്റെ ഇതോടൊക്കെ പച്ച കളറൊക്കെ എരിയുന്നുണ്ട്. എന്നാൽ ബാറ്ററിക്ക് ഒരു കേടില്ല. എന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ മാറ്റി ഫോണിലിട്ട് നോക്കി, ഒരു ഇതും ആവണില്ല. എല്ലാവർക്കും അറിയാം, മൈക്ക് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലിയാണ്. വാങ്ങി 2 വർഷമായിട്ടുണ്ടല്ലോ, വാങ്ങി 2 വർഷമായിട്ടുണ്ടെങ്കിൽ 2 വർഷം മൈക്ക് നല്ലതാണ്. എന്തായിരിക്കും ഒരു പ്രശ്നം, എന്നാൽ ഓൺ ആവുന്നുണ്ട്, സംസാരം മാത്രം അത് കേൾക്കണില്ല. അപ്പം എന്തായാലും നമുക്ക് അതൊന്ന് എന്താ റിപ്പയർ വെച്ചാൽ അത് നോക്കുക. കാരണം മുതൽ കുറച്ച് അധികമുള്ള സാധനമാണ്. എല്ലാവർക്കും അറിയാം. ഓരോ സംഭവം നമ്മൾ വാങ്ങാൻ പറഞ്ഞാൽ കുറച്ച് കഷ്ടമുള്ള സാധനമാണ്. അത് റിപ്പയർ ആണെന്ന് അതേവിടെ കഷ്ടമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ പോയിട്ട് മാറ്റിയിട്ട് വരാം അല്ലേ. കുറച്ച് സാധനങ്ങളും നമ്മുടെ യൂട്യൂബിൻ്റെ സംബന്ധപ്പെട്ട കുറച്ച് 2-3 സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വരി, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്താ സംഭവം എന്ന് അറിയുമോ, ഇതിൻ്റെ ഒക്കെ പാട്ട കട്ടി വെച്ചുകൊണ്ടാ ഇതിങ്ങനെ വന്നു, മനസ്സിലായില്ലേ. ഇതെന്താ സംഭവം, ഇതിങ്ങനെ ഇവിടെ നിൽക്കണം, അടിയിൽ വരെ ഫുള്ളായിട്ട് ഫിറ്റിൽ നിൽക്കണത്. എന്നിട്ട് ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നമ്മൾ സെപ്പറേറ്റ് വെക്കുന്നതാണ്. ഇതിൻ്റെ സാധനങ്ങൾ കിട്ടില്ല, നട്ടും ബോൾട്ടൊക്കെ. അപ്പോൾ എല്ലാത്തിനും മനുഷ്യന്മാർക്കുണ്ട് നട്ടും ബോൾട്ടും. ഇതാ അതേ മനുഷ്യർക്കും ഉണ്ട് തലക്ക് നട്ടും ബോൾട്ടും പറഞ്ഞമാതിരി മിക്സിക്കും ഉണ്ട്. ഇതേത് എവിടെ വെക്കണ്ടെന്ന് അറിയില്ലേ, അതാണ് സംഭവം. അത് ഒരു പ്രാവശ്യം നമ്മൾ കണ്ടിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും സർവീസ് സെൻറ്റർ 1 വർഷത്തിന് ഫ്രീ അല്ലേ. അപ്പോൾ ഇതുമ്പോൾ വല്ലാണ്ട് മെനക്കെടുത്ത ആവശ്യമില്ല. അപ്പോൾ എന്തായാലും കൊണ്ടേ കൊടുത്തിട്ടേ இப்போ தானே தெரியும், எனக்கு என்ன தெரியாது, சின்ன வேலை தானே, எனக்கு என்ன தெரியும். சரி, ഇത് ഇല്ലെങ്കിൽ ഒരു വേലയും നടക്കില്ല കാലയിൽ. ഇതുണ്ടെങ്കിൽ വേഗം കട്ടറിൻ്റെ പണിയൊക്കെ വേഗം കഴിയും അല്ലേ. അപ്പം എന്തായാലും ഇതും കൊടുക്കണം. പിന്നെ മൈക്ക് ബാഗിലുണ്ട് ഗൈസ്. മൈക്ക് എന്തായാലും അടപ്പേ ചോദിച്ച് നോക്കാം. കാരണം റിപ്പയറിന് ഡൽഹിക്കൊന്നും നമ്മളിങ്ങൊന്നും പറ്റില്ല. വേറെ വല്ല സോഫ്റ്റ്വെയറോ ഇല്ല വല്ല ഫോണിൻ്റെ ഏതെങ്കിലും എന്താ വെച്ചാൽ നമുക്ക് നോക്കാം അല്ലേ. പിന്നിൻ്റെ ഒക്കെ പോവാം. രീതിയിലെ സർവീസ് സെൻ്ററിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് എന്താ സംഭവം അറിയാം, കമ്പനി സാധനങ്ങൾ എടുത്താലേ അവിടെ സർവീസ് സെൻ്ററിൽ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ നമുക്ക് പ്രശ്നമില്ല. ഈ ലോക്കൽ എടുത്താലാണ് പ്രശ്നം. എന്തായാലും പോകുമ്പോൾ ഇത് കുട്ടനാട് പോകുന്ന ട്രേഡോ രീതിയിൽ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സി ജാർ കൊടുത്തിട്ടുണ്ട്. 1.5 മാസമായിട്ടുള്ളൂ അല്ലേ. 1.5 മാസമായിട്ട് ഫ്രീയാ അങ്ങനെയാണെന്ന് വിചാരിക്കുള്ളൂ. അതിൻ്റെ വീണ് പോയ സാധനങ്ങളൊക്കെ അതിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്.
മിക്സിക്ക് വേറെ ആൾക്കാർ എടുക്കും കേട്ടു എന്താ സംഭവം എന്നറിയില്ല. തിരക്കുള്ളത് കാരണം പറഞ്ഞില്ല. എന്തായാലും 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നേരാക്കി തരാൻ പറ്റില്ല. അപ്പം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് കയ്യോട് വാങ്ങി പോകാറ്. ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ അവരവരുടെ സാധനങ്ങൾ അപ്പൊക്കെ റെഡിയാക്കിയിട്ട് വാങ്ങിക്കൊണ്ടുവന്നുകൊണ്ട് മാറുന്നുണ്ടാ അവർക്ക് ഇതാ കംപ്ലൈന്റ് വരും മിസ്സായത്. നമ്മൾ കമ്പനി തന്നെ அவங்க കമ്പനിയോട് പേര് കൊണ്ട് പോകും. അതൊരു പ്രശ്നമുണ്ട്. അപ്പം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് കയ്യോടെ വാങ്ങിക്കും. അത് റെഡിയായിട്ടുണ്ട്. ഒരു 10 നിമിഷത്തിൻ്റെ പരിപാടിയുള്ളൂ. കാരണം ഇതിൻ്റെ എല്ലാ സാമഗ്രികളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതെന്താ സംഭവം ചോദിച്ചാൽ ഈ മിക്സിക്ക് നമുക്ക് ഡെമോക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്തെങ്കിലും അറിയുമോ ചിലതൊക്കെ എനിക്ക് യൂസ് ചെയ്യാൻ അറിയുമോ എൻ്റെ ഉള്ളി ഇതാക്കുന്നതൊക്കെ. പക്ഷേ ഇടയിലിടയിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഗോതമ്പ് മാവിന് അത്ര ഈ സാധനം ഗോതമ്പ് മാവ് ഇതിലൊരു കപ്പ് വെച്ചെന്ന് ഇതിന് 1/2 ഗ്ലാസ് വെള്ളം അതിൽ എഴുതി വെച്ചിട്ട് പറയാം പഠിക്കണോ അത് നമുക്ക് ചൊല്ലി തന്നാൽ നമ്മൾ പുതിയ സാധനം വാങ്ങുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. സംഭവം അതാണ്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ മറ്റേ ബ്ലേഡ് ഉണ്ടല്ലോ മുട്ടക്കോസ് ഇതെല്ലാം പോകുന്നത് ആ ബ്ലേഡിന് അതിന് തനിயாக ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. വെറുതെ ഞാനെന്ന് വെച്ചാൽ അന്നേക്ക് എന്നൊരു ചട്നി ആയിരുന്നു. അതുമില്ലാണ്ട് അതിൻ്റെ സ്പീഡ് എപ്പോഴുമേ തോടിക്ക് എന്നിവത വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ്. മിത്തപ്പടി എല്ലാമേ ഒന്നില്ലേ. മുട്ടക്കോസ് ഉള്ളി ഇതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്യണമെങ്കിൽ ഇതിൽ ഇതാണ് പൾസ് ബട്ടൺ ഓൺ பண்ணிட்டு പൾസ് കൊടുത്താൽ ഇതാവും. അപ്പോൾ നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഭയങ്കര വെയിൽ കാലം സ്റ്റാർട്ട് ചെയ്തോ എങ്ങനെ നോമ്പൊക്കെ എടുക്കും. അത്രയ്ക്കും ഭയങ്കരമായിട്ട് വൈകുന്നേരം ആയാൽ തണുപ്പ്. ഒരു 10 മണിന് ശേഷം വെയിൽ. നാട്ടിലൊക്കെ വെയിലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമഴി കേട്ടോളി. അപ്പോൾ പോയ സാധനം ഒന്ന് മിക്സി ജാർ ശരിയായി. രണ്ടാമത്തേത് ഞാൻ ചെയ്ത മിസ്റ്റേക്കാണ്. കാരണം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ വരുന്നത് ഒരു പ്രോബ്ലം ആയിപ്പോയി. രണ്ടാമത്തത് നമ്മുടെ മൈക്കായിരുന്നു. മൈക്ക് കൊണ്ടുപോയി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ശരിയായില്ല. ഉണ്ടാവും എപ്പോഴും നമ്മളെ വീഡിയോയിൽ പകൽ വീഡിയോയിൽ കുട്ടികൾ ഉണ്ടാവില്ലല്ലോ എന്ന്. അപ്പോൾ മിയാസ് ഇവിടെ ഉണ്ട്. അപ്പോൾ റീസൺ എന്താണെന്ന് വെച്ചാൽ മിയാസിൻ്റെ സ്കൂളിൽ നിന്ന് എല്ലാവരും ടൂറ് പോവാണ്. അപ്പോൾ ഇവൻ പോണില്ല. അവന്റെ ടീച്ചറൊക്കെ പോണുണ്ട്. സ്കൂളുണ്ട് ഗൈസ്. മധുരംഗ പോറ മധുരൈ മീനാക്ഷിയമ്മൻ കോവിലല്ലേ അങ്ങോട്ട് അത്ര കൂട്ടിയിട്ട് പോകണം. ഇതിന്റെ മുന്നേ 9ഉം 10ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ പാലക്കാട് അത്ര കൂട്ടിയിട്ട് പോയിക്കുന്നത്. അപ്പോൾ ഓരോരോ സമയത്ത് എല്ലാ ടീച്ചർമാരും ഒപ്പം സ്കൂളിൽ വിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പോയിട്ടുമ്പോൾ ഒറ്റക്കാവും പറഞ്ഞിട്ട് ഇപ്പം പോയിട്ടില്ല. പിന്നെ കൂട്ടുകാരന്മാരൊക്കെ പോകാൻ പറഞ്ഞിട്ട്. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ ഇതാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ മൈക്കിൻ്റെ സംഭവം. ഇത് വാങ്ങിയിട്ട് 2 കൊല്ലം ആണെങ്കിലും അധികം ഇത് യൂസേജ് ചെയ്തിട്ടില്ല. എന്താ സംഭവം ചോദിച്ചാൽ ഇതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഗൈസ്. ഇത് കണ്ടോ ഇതൊക്കെ ഓണാവും വർക്കാവണൊക്കെ ഉണ്ട്. നമ്മൾ ഈ പിന്നാമ്പുറത്ത് ഈ ചാർജറിൻ്റെ പിന്ന് കൊടുക്കൂലേ ആ പിന്നിനാണ് പ്രോബ്ലം. ആ പിന്നാണ് സംഭവം. എവിടെ അത് ഇതാ തനിയെ കളിട്ടി വെച്ചിരിക്കുതാ. ഇത് നമ്മളുടെ ആൻഡ്രോയിഡ് ഫോണുക്കാ ഈ പിന്നാണ് സംഭവം. നമ്മളോട് വാങ്ങുമ്പോൾ തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് പിന്ന് ഭദ്രം എന്നാൽ കപ്പ് മുഖ്യം പിക്കിലെന്ന് പറഞ്ഞ മാതിരി പിന്ന് മുഖ്യം എന്ന് പറഞ്ഞതാണ്. അതെന്തോ ലൂസായത് കാരണം കൊണ്ട് ഐഫോണിൽ മാത്രം ഇതെടുക്കണില്ല. ബാക്കി സി ടൈപ്പ് പിന്നൊക്കെ മറ്റേ ഫോണൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ബാക്കി മൈക്കിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അറിയില്ല DJ മൈക്ക് കുറച്ച് കോസ്റ്റ്ലിയാണ് സാധനമാണ്. നമ്മുടെ അടുത്ത് എല്ലാ സാമഗ്രികളും ഉണ്ട്. അത് ആവശ്യം വരുമ്പോഴേ പുറത്ത് കൊടുക്കുന്നതന്നെ ഉള്ളൂ. പക്ഷെ ഇതെന്താ അതിന് സംഭവം എന്ന് അറിയാണ്ട് കുറേ ദിവസം നമ്മൾ മെനക്കൊട്ട് നിൽക്കണം. താഴത്തേക്കാണെങ്കിലും താഴെ കൊണ്ടാണെങ്കിലും താഴെ എൻ്റെ കയ്യിൽ നിന്ന് വീഴലില്ല, അതും ആവലില്ല. പിന്നെ എങ്ങനെ ഇത് കേടുവന്ന് ഉണ്ടാവും വിചാരിച്ച്. എന്നിട്ട് നമ്മൾ കടയിൽ കൊണ്ടുപോയി കൊടുത്തപ്പോഴാണ് അവരൊരു സോഫ്റ്റ്വെയർ ഒക്കെ ആക്കി. അപ്പോൾ അതിലും ഓണാവണില്ല. പിന്നെയാണ് വേറൊരു സ്ഥലത്ത് ഓലെന്നെ വേറൊരാളെടുത്ത് കൊടുത്തപ്പോൾ അപ്പോഴാണ് പിന്നിനാണ് പ്രോബ്ലം എന്ന് കണ്ടുപിടിച്ചത് ഗൈസ്. അപ്പം ഇനി പിന്ന് കിട്ടണമെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്. വയറുണ്ടാക്ക്. അപ്പോൾ എന്തായാലും നമ്മളിനി പിന്നൊക്കെ വാങ്ങണം. നമുക്ക് ഓൺലൈൻ തന്നെ നോക്കിയേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഇനിയിപ്പോൾ മൈക്ക് യൂസ് ചെയ്ത് സംസാരിക്കണമെങ്കിലും ആദ്യം മൈക്ക് ശരിയാക്കണം ഗൈസ്. അത് കാരണം നമ്മൾ മൈക്ക് ഉണ്ട്. ചില വീഡിയോയിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സംസാരമൊക്കെ എടുക്കും. ചിലതിൽ നമ്മൾ പുറത്തുനിന്നുള്ള വോയിസ് ഒക്കെ കേൾക്കണം. കാരണം അതാണ് ഇനി ആരും മൈക്ക് വാങ്ങിക്കൂടെ എന്ന് പറയുന്നത്. മൈക്ക് വാങ്ങിയ മൈക്കാണ് ഗൈസ് പണി തന്നിട്ട് പിടിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന് കുറച്ച് പൈസ മുടക്കിയാലേ ഇനിയിപ്പോൾ ശരിയാവും. കാരണം ബാക്കിയുള്ള ഒരു പ്രശ്നം ഇതിനില്ല. ആ ഒരു പിന്നിൻ്റെ ഒരേ ഒരു പ്രോബ്ലം മാത്രമേ. ഇത് യൂസേജ് അധികം ചെയ്തിട്ടില്ല ഇതിന്. അത് കാരണം കൊണ്ട് ഭയങ്കര സങ്കടം. ഇത് ഞാൻ വാങ്ങിയതാണ് ഗൈസ്. എൻ്റെ സമ്പാദ്യം ഭയങ്കര സങ്കടം. പിന്നെ വേറെ ഒന്നും വാങ്ങിയിട്ടുള്ളത് കൊണ്ടുപോടങ്ങ ഓടി. പിന്നെ ഏതാണ് ട്രൈപേഡാ
தெரிஞ்ச மாதிரி சொல்லாது. ട്രൈപോഡ് നോർമിയാസോ എന്റെ ചങ്ക് ഇവിടെ ഉണ്ട്, ഇതിന് ഭദ്രമായി നീ തുറന്നു പോന്നെ വേണം സാറില്ല. അപ്പോൾ ഇതാണ് ആ ട്രൈപോഡ്. ഇത് ഓൾറെഡി നമ്മളടുത്ത് രണ്ടുണ്ടായിരുന്നു, റിംഗ് ലൈറ്റിന്റെ അതിന്റെ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ സാധാ അത് 4 വീഡിയോ എടുക്കുമ്പോഴത്തേന് അതിന്റെ കൈ വേറെയാവും കാലും. ഇതോടെ 4 ട്രൈപോഡ് വാങ്ങിക്കും, 4 വേസ്റ്റ്. അപ്പൊ എന്തായാലും 4 വാങ്ങുമ്പോൾ നമുക്ക് 1000 രൂപേന്റെ മേലെ പോകും. അപ്പൊ വാങ്ങുമ്പോൾ നല്ല കുറച്ച് ഹെവിയാണ്. ഇതും ഒരു 1000 മേലെ അല്ലേ, 1000 മേലെ ഉണ്ട്. വാങ്ങുമ്പോൾ കുറച്ച് ഹെവി ആയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. ബ്ലാക്ക് കളറിലെ ഗൈസ്. അപ്പൊ പുറത്ത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതാണ് ആ സംഭവം. ഇതാണ് ക്യാമറ വെക്കാനും ഫോൺ വെക്കാൻ. നമ്മുടെ അടുത്ത് പിന്നെ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫോണുള്ള യൂസേ ഇപ്പൊ നമുക്കുള്ളൂ. അപ്പൊ അതാണ്. ഇത് എന്തായാലും ഓപ്പൺ ചെയ്യുന്നില്ല, ഇതിന്റെ ഉള്ളിൽ ഇതന്നെ സാധനം. ഗൈസ് കണ്ടോളി, ഇതന്നെ സാധനം. നമ്മളെന്തായാലും ഇനിയൊരു വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എന്തായാലും ട്രൈപോഡിനെ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചാൽ, കാരണം ഇപ്പൊ നമുക്ക് ഇതിന് ഓപ്പണിന്റെ ആവശ്യമില്ല. നമുക്ക് റീൽസ് എടുക്കാനും മിയാസിന്റെ കോമഡി, സനാന്റെ കോമഡിയൊക്കെ അത്യാവശ്യം വരുമ്പോഴേ ഉള്ളൂ. നമ്മൾ 4 പേരൊക്കെ നിന്നിട്ട് എന്തെങ്കിലും ഫാമിലി ആയിട്ട് റീൽസ് എടുക്കുമ്പോഴേ നമുക്ക് ട്രൈപോഡിന്റെ അത്യാവശ്യമാണ്. അപ്പൊ ആ സമയത്ത് എന്തായാലും ഇത് ഓപ്പൺ ചെയ്തെടുക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ 2-3-4 സാധനങ്ങൾ വാങ്ങാനും ഒരു സാധനം റിപ്പയർ ചെയ്യാനുള്ളത് ഇതാക്കിയത്. അപ്പൊ എല്ലാവരും ഇതേമാതിരി പ്രീവിയസ് ഓടിക്കുന്ന മിക്സി ഉണ്ടെങ്കിൽ എല്ലാവരും മിക്സർ ഗ്രൈൻഡർ നോക്കിയും കണ്ടും ചെയ്യാം. കാരണം എനിക്ക് അബദ്ധം പറ്റിയത് ഒന്നും അറിയാത്തത് കൊണ്ടാണ് അബദ്ധം പറ്റിയത്. അതുകൊണ്ട് മിക്സിക്കാരൻ തന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക, അത് അങ്ങനെ ഫസ്റ്റ് തന്നെ പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമുക്കറിയും. ഞാൻ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്, അത് ഓരോരോ മിക്സി. ഇപ്പൊ തന്നെ പ്രീതിക്കാരെ നമുക്ക് ഒരു ഡെമോ അയച്ചു നിൽക്കണം, ഇതിങ്ങനെയാണ്. പക്ഷെ നമ്മൾ വാങ്ങിയ മിക്സിയുടെ ഡെമോ അല്ല അത്, മറ്റേത് വരുള്ളൂ ബട്ടൺ, അതാണ് അയച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ വാങ്ങിയ മിക്സിയിൽ അതാത് സംഭവങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക, ആർക്കും പഴി പറ്റണ്ട. എനിക്ക് പറ്റിയ മാതിരി. ഗൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഫുഡ് കഴിച്ചൊന്നും അറിയില്ല ഗൈസ്. നമ്മൾ രാവിലെ പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കഴിച്ചിട്ടൊന്നുമില്ല. ഇനി ഫുഡൊക്കെ കഴിക്കണം, എനിക്ക് ചോറ് കൊടുക്കണം, കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നാളെ നെക്സ്റ്റ് നല്ല വീഡിയോ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.